ശങ്കര സുരേഷ് കുമാറിനൊപ്പമാണ് എന്ന് അടിവരയിട്ട് പറയുന്നത്. അതിനുശേഷം അതിന് മറുപടി എന്നോടമാണ് മോഹൻലാൽ ആന്റി പെരുമാളിന്റെ പോസ്റ്റ് ആദ്യം പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് ആന്റി പെരുമാൾ പിന്തുണ പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ചേട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ചേട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങ് സുരേഷ് കുമാർ ഇപ്പൊ അല്ല അല്ല അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷെ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയുള്ള ഒരാളല്ലേ. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പം ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇപ്പം ഇവന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അത് അതിൻ്റെ അകത്തൊരു ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂരിന് നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂരിന് നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണത്. എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാറിന് എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടന്റെ ഒരു പേഴ്സണൽ ഇന്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും വരാത്ത കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂര് സുരേഷ് കുമാറിന്റെ പറഞ്ഞു. സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത് അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തില് ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തായിരുന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല സമ്മതിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റി എന്തോ അല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു ആ ഇതില്. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്.